ധർമ്മജ്യോതി യാത്രയ്ക്ക് ഗുരുവായൂരിൽ ഭക്തി നിർഭരമായ സ്വീകരണം. തൃശൂരിലെ തിരുവഞ്ചിക്കുളത്തു നിന്നും കേരള കുംഭമേളയിലേക്ക് പുറപ്പെട്ട ധർമ്മജ്യോതി രഥയാത്രയ്ക്ക് താലപ്പൊലിമയോടെയാണ് ഗുരുവായൂരിൽ സ്വീകരണം നൽകിയത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിളാനദിയിൽ നടന്നിരുന്ന മഹാമാഗത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം അലങ്കരിച്ചിരുന്ന പെരുമാക്കൾമാരുടെ രാജക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. ചേരമാൻ പെരുമാൾ സ്വർഗാരോഹണം നടത്തിയത് ഇവിടെ നിന്നാണെന്നാണ് ചരിത്രം. അതിനുശേഷമായിരുന്നു മഹാമാഗത്തിന്റെ ഘടനയ്ക്ക് മാറ്റം വന്നതും പിന്നീട് നിന്നുപോയതും. ഈ ഭാരതത്തിന്റെ ഏത് ഒരു തരി മണ്ണും ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു നാമമുണ്ടെങ്കിൽ അത് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. കൊടുങ്ങല്ലൂർ എന്നുള്ളത് യഥാർത്ഥത്തിലെ കോടിലിംഗപുരമാണെന്ന്. അവിടെ എവിടെ കുഴിച്ചു നോക്കിയാലും ശിവലിംഗം കിട്ടുമെന്ന്. 271 വർഷങ്ങൾക്ക് ശേഷം കേരള കുംഭമേളയായി പുനരുജ്ജീവിക്കപ്പെട്ട മഹാമാഗവേദിയിലേക്ക് ധർമ്മജ്യോതിയും ചേരമാൻ പെരുമാളുടെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ധർമ്മജ്യോതി രഥയാത്ര രാവിലെ 7 മണിക്ക് ജുന അഗാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ശൈവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തിൽ തിരുവഞ്ചിക്കുളം, തൃക്കുലശേഖരപുരം മഹാവിഷ്ണു ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ജ്യോതി തെളിയിച്ച യാത്രയ്ക്ക് തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾക്കു ശേഷമാണ് 29 വൈകിട്ട് 7 മണിക്ക് ഗുരുവായൂരിൽ എത്തിച്ചേർന്നത്. സമാപന സമ്മേളനം ദബിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. 30 വൈകിട്ട് 5 മണിക്ക് ധർമ്മജ്യോതി കുംഭമേള യജ്ഞാവേദിയിൽ സമർപ്പിക്കും. ഗുരുവായൂർ ഷിർദി സായി മന്ദിരം ആചാര്യൻ മൗനയോഗി സ്വാമി ഹരിനാരായണനാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ജനം, ഗുരുവായൂർ.